ഹരി അച്യുത വാര്യർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ അപകടം ഉണ്ടായിരിക്കുകയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ബേപ്പൂരിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ ദൂരെയാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. ഏറ്റവും അടുത്ത തുറമുഖം എന്ന് പറയുന്നത് കണ്ണൂർ അഴീക്കലാണ്. അതിൽ 22ഓളം ജീവനക്കാരുണ്ടായിരുന്നു. അതിൽ കുറേ പേർക്ക് പരിക്കുണ്ട്. അവരെ എന്തായാലും കരയിലേക്ക് കൊണ്ടുവന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ ബേപ്പൂരിലേക്കാണ് കൊണ്ടുവരുന്നത് വെച്ചാൽ അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിർദ്ദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് വലിയ കപ്പലുകളിലാണ് കൊണ്ടുവരുന്നത് വെച്ചാൽ അതിന് കപ്പലുകൾക്കുള്ളിലേക്ക് നേരിട്ട് വരാൻ പറ്റില്ല. അപ്പോൾ പോർട്ടിൻ്റെ ടഗ് ഉപയോഗിച്ചിട്ട് കൊണ്ടുവരാൻ വേണ്ടി പോർട്ടിൻ്റെ ടഗ്ഗുകൾ 2 സ്റ്റാൻഡ് ബൈ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആശുപത്രി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ജില്ലാ ഭരണകൂടമാണ്. രക്ഷാപ്രവർത്തനം ഏത് ഘട്ടത്തിലാണെന്നുള്ള വിവരം എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഇപ്പോഴും തീ കൺട്രോളിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ നമുക്ക് കിട്ടുന്ന വിവരങ്ങളാണ്, നേരിട്ട് അറിയുന്ന കാര്യങ്ങളല്ല. തീ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. തീ കത്തുക എന്ന് പറയുന്നത് കണ്ടെയ്നറുകളാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ട് എത്താൻ പറ്റിയിട്ടുണ്ടോ? നേവിയും കോസ്റ്റ് ഗാർഡും ഓൾറെഡി അവിടെ ഉണ്ട്. അവർ ലൈവ് ഫോട്ടോകളും വീഡിയോകളൊക്കെ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരവിടെ ആ സൈറ്റിലുണ്ട്. കണ്ടെയ്നേഴ്സ് അതിൻ്റെ കണ്ടന്റുകളൊക്കെ ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടാക്കുന്നതാണ്? അതിൽ കണ്ടന്റ് എന്താണെന്നുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടില്ല. അത് കൊളംബോയിൽ നിന്ന് സെയിൽ ചെയ്തിട്ടുള്ള ഷിപ്പ് ആയതുകൊണ്ട് അല്ലെങ്കിൽ കൊളംബോയിൽ അല്ലെങ്കിൽ എത്തുന്ന ഡെസ്റ്റിനേഷനിലുള്ള അവിടെ നിന്നാണ് ഈ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുള്ളൂ. ഇതുവരെ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. ബേപ്പൂരിൽ നിന്ന് നമുക്ക് ഈ കോസ്റ്റ് ഗാർഡിൻ്റെ അവരെ എത്രത്തോളം സംവിധാനങ്ങൾ പോയിട്ടുണ്ട്? ഇവിടുന്ന് ഒരു ചെറിയ കപ്പൽ, 2 ചെറിയ കപ്പലുകളാണ് ഇവിടെ ഉള്ളത്. അതിലത്തെ ഒരു കപ്പൽ പോയിട്ടുണ്ട്. അത്രയുള്ള വിവരേ നമുക്കുള്ളൂ. എന്താണ്, രക്ഷാപ്രവർത്തകരാണോ? അല്ല, ഈ കോസ്റ്റ് ഗാർഡ് പൊതുവേ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി പോയിട്ടുണ്ടെന്നുള്ള വിവരമേ നമുക്കുള്ളൂ. രക്ഷാപ്രവർത്തനങ്ങളുടെ സംവിധാനം ഉണ്ടോ അതിൻ്റെ? ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ അപകടത്തിൽ പെടുന്നവരെ രക്ഷപ്പെടുത്തുക, കണ്ടെയ്നറിൻ്റെ കാര്യത്തിലോ തീ കെടുത്തുന്ന കാര്യത്തിലോ ഈ ചെറിയ കപ്പലിൽ അറേഞ്ച്മെൻറ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മെയിനായിട്ട് ജീവൻ രക്ഷ, അതിനുള്ള സംവിധാനം അവരുടെ കയ്യിലുണ്ട്. 22 പേരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 18 പേര് പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. 4 പേരെ കുറിച്ച് വിവരമില്ല എന്നുള്ള ഒരു ഇതിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഇതൊക്കെ എത്രത്തോളം കറക്റ്റാണെന്ന് അറിയില്ല. അവർ തീ കെടുത്താൻ വേണ്ടിയിട്ട്, കപ്പലിൽ പടർന്ന് തീ കെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരുന്നു. അവരെ പറ്റിയിട്ടാണ് കൂടുതൽ വിവരമില്ല എന്ന് പറയുന്നത്. 18 പേര് പുറത്ത് കടലിൽ ലൈഫ് ബോട്ടിലും ലൈഫ് ജാക്കറ്റ് ധരിച്ചൊക്കെ വെള്ളത്തിൽ ചാടിയിട്ടുണ്ട്. അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റിയെന്ന് പറയുന്നു, കേൾക്കുന്നു. കൂടുതൽ സംവിധാനങ്ങൾ പോകുന്നുണ്ടോ? അല്ല, ഇവിടെ അതെല്ലാം ചെയ്യേണ്ടത് കോസ്റ്റ് ഗാർഡും നേവിയൊക്കെ ആണല്ലോ. അപ്പോൾ ആധികാരികമായിട്ട് അവരാണ് അതിനെ പറ്റിയിട്ട് പറയേണ്ടത്.